അസുഖത്തെ തുടർന്ന് ഇരുകാലുകളും മുറിച്ച നഞ്ചമ്പറമ്പിൽ ദേവി എന്ന 63-കാരി ഉദാരമതികളുടെ സഹായം തേടുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ മഞ്ഞക്കാട് തട്ടുമ്മൽ റോഡരികിലാണ് ഇവരുടെ കൊച്ചുവീട്. വർഷങ്ങളോളം ചെറുപുഴ ടൗണിൽ ലോട്ടറി വിറ്റിരുന്നു. ചെറുപുഴ പാലത്തിന് സമീപം പെട്ടിക്കടയും നടത്തിയിരുന്നു. കാലുകളിലേക്ക് രക്തോട്ടം ഇല്ലാത്തതാണ് രോഗത്തിന് കാരണം. കൂടാതെ ഹാർട്ട് പേഷ്യന്റുമായ ഇവർ വർഷങ്ങളായി ഹൃദയ സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുമുണ്ട്. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് 2 ഓപ്പറേഷനും കഴിഞ്ഞു. 2 വർഷം മുൻപ് ഇടതുകാലും മുറിച്ചു. ജില്ലാ ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ വലതുകാലും മുറിച്ചു. ഇതോടെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇപ്പോൾ എല്ലാ ദിവസവും ചെറുപുഴ ലീഡർ പൾസ് ആശുപത്രിയിൽ പോയി കാല് ഡ്രസ് ചെയ്യണം. ചെക്കപ്പിനായി കരുവഞ്ചാൽ, കണ്ണൂർ ആശുപത്രികളിൽ പോകുകയും വേണം. തൻ്റെ കൊച്ചുവീട്ടിൽ തനിയെ കഴിയുകയാണ് ഇവർ. ചേച്ചിയുടെ മക്കളാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നല്ലവരായ ആളുകളുടെ സഹായത്താലാണ് താൻ കഴിയുന്നതെന്നും ദേവി പറയുന്നു. ഈ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 വർഷമായി. ആദ്യം ഇവിടുന്ന് പയ്യന്നൂർ, ഇതും കൊണ്ട് കാണിക്കാത്ത സ്ഥലങ്ങളില്ല. പയ്യന്നൂർ കാണിച്ചു, മംഗലാപുരം കാണിച്ചു, പെരിയാരം കാണിച്ചു, കാഞ്ഞങ്ങാട് കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാലിന് കുറേശ്ശെ പഴുപ്പ് വരാൻ തുടങ്ങി. അതുകൊണ്ട് കണ്ണൂർ പോയി. ഇത് ലാസ്റ്റ് കണ്ണൂരിൽ നിന്ന് ചെയ്തതിന് ഈ കാലിൻ്റെ. അതുകൊണ്ടാണ് കണ്ണൂരേക്ക് തന്നെ പോയത്. കണ്ണൂർ പോയപ്പം അവിടുന്ന് ഈ 2 വിരലിന് പഴുപ്പായി, കറുപ്പ് കളറ്. അത് കഴിഞ്ഞ് കറുപ്പ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് എടുത്ത് കളയണം. ഞാൻ വിചാരിച്ചു ആയുർവേദത്തെ കാണിച്ചാൽ ചിലപ്പം കുറയുമായിരിക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് ഡോക്ടറുടെ അനുഭവത്തോടെ തന്നെ പെരിയാരം വന്നു കഴിഞ്ഞപ്പം അവിടുന്ന് പറഞ്ഞു ഈ ഡോക്ടർ ചെയ്യുന്ന മരുന്നല്ലാതെ വേറൊന്നും ചെയ്യാനും പറ്റില്ല. ഈ വെള്ളയിലൊന്നും ചെയ്യറ്, കണ്ണൂരിൽ നിന്ന് തരുന്ന മരുന്ന് കഴിക്കാനും പറഞ്ഞു. വീണ്ടും കണ്ണൂരേക്ക് തന്നെ പോയി. ഞാൻ 6 മാസം അവിടെ കിടന്നു. അങ്ങനെയാണ് ഇവിടെ ഇപ്പം 4-5 ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ഒരു കാലിന് മാത്രം. ആദ്യം 2 വിരലെടുത്തു, അത് കഴിഞ്ഞ് 1 വിരലെടുത്തു, അത് കഴിഞ്ഞ് 1 വിരലെടുത്തു, പിന്നെ ഇവിടെ മൊത്തം കട്ട് ചെയ്തു. അപ്പോൾ കരുവഞ്ചാലിന് ചെയ്ത് അടക്കം 5ാമത്തെ പ്രാവശ്യമാണ്. പിന്നെ ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു കഴിവില്ല. കരുവഞ്ഞ് ഇവിടെ ചെറുപുഴ വന്നപ്പം നാട്ടുകാരെല്ലാവരും കൂടെ പിരിവെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കുറേ പൈസ ക്ലബ്ബുകാരൊക്കെ കൊണ്ടുവന്ന് തന്നു. ഇപ്പോഴും ഓരോരുത്തരും ഇവിടെ വരുന്നവരും എന്തെങ്കിലും സഹായിച്ചിട്ടാണ് മരുന്ന് മേടിക്കുന്നത്. അല്ലാതെ യാതൊരു നിവൃത്തി എനിക്കില്ല. വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ കഴിച്ചു കൂട്ടുന്ന ദിവസം പോകണം. ഇവിടുന്ന് എടുത്തിട്ട് വണ്ടിയെ കയറ്റും അവർ. അത് കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വന്നിട്ട് ഓട്ടോക്കാരൻ എടുത്തു കൊണ്ടുവന്നിട്ട് അകത്ത് ഇരുത്തും. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ആണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.